ബിഗ് ബോസ് പ്രൊമോ പ്രേക്ഷക വിധിപ്രകാരം ആരൊക്കെ പുറത്തോട്ട് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് നാളെ ലാലേട്ടൻ തരാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ. എന്തായാലും 11 പേരാണ് ഇപ്രാവശ്യത്തെ നോമിനേഷൻ പ്രക്രിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറവ് വോട്ട് നമ്മുടെ അഭിലാഷിന് തന്നെയാണ്. പിന്നെ പ്രേക്ഷകരൊക്കെ ഞെട്ടിച്ച് അക്ബറും ഏറ്റവും അവസാനം തന്നെയാണ്. പിന്നെ ബിന്നിയും ഇപ്പോൾ ബിന്നിക്കും കുറെ ഇപ്പൊ നെഗറ്റീവ് കിട്ടുന്നുണ്ട്. കാരണം കുത്തിത്തിരിപ്പിന്റെ ആശാത്തി ഇവിടെ നിന്നും പോണം എന്ന് പറഞ്ഞ് കുറെ കമന്റുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഷാനവാസ്, നമ്മുടെ ബിന്നി പോര്, ആ ഒരു രംഗം നമ്മുടെ ബിഗ് ബോസ് ടീം ആ ഒരു വീഡിയോ ആയിട്ട് ഇട്ടപ്പോൾ അതിന്റെ താഴെ ഒത്തിരി കമന്റുകൾ വന്നിരുന്നു. നമ്മുടെ ബിന്നി കുത്തിത്തിരിപ്പാണ്, ബിന്നി ഇവിടെ നിന്ന് പോണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആരായിരിക്കും യഥാർത്ഥത്തിൽ പുറത്തേക്ക് പോകാൻ പോകുന്നത്? മിക്കവാറും നമ്മുടെ അഭിലാഷ് തന്നെ ആയിരിക്കും. ഇനി അഭിലാഷിനൊപ്പം ആരെങ്കിലും പോകുമോ എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ടല്ലേ. അപ്പൊ അതിനൊരു ഉത്തരമായിട്ട് നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ എത്തുകയാണ് കൂട്ടുകാരെ. എന്തായാലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ അനീഷും ഷാനവാസൊക്കെ തന്നെയാട്ടോ. ആദിലയും നിന്നിരുന്നു ടോപ്പില്. പക്ഷെ ആദിലയുടെ സ്വഭാവം പതുക്കെ പതുക്കെ മാറി തുടങ്ങുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകരുടെയൊക്കെ ഒരു വെറുപ്പ് ഇവരിപ്പോൾ പിടിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയണം അല്ലെ. നൂറയും ആതിരയും തമ്മിൽ കുറച്ചു നേരം മുന്നേ ഒരു കിടിലൻ വഴക്കൊക്കെ നടന്നിരുന്നു. അത് നിങ്ങൾ പ്രേക്ഷകരൊക്കെ കണ്ടു കാണും താനും അല്ലെ. അപ്പൊ ആദില കുറച്ച് എന്താ പറയാ, ഒരു സൈക്കോ സ്വഭാവം പോലെയാണ് എന്നൊക്കെ കുറെ പേര് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദിലയുടെ കാര്യവും കുറച്ച് കഷ്ടത്തിൽ തന്നെ ആയിരിക്കും ഇനി അടുത്ത നോമിനേഷനിലെങ്ങാനും വന്നാല് അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.